നമസ്കാരം. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെയും യുദ്ധങ്ങളെയും ഭയന്നു വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ 2026 ഇന്ത്യ ലോകത്തിന് നൽകുന്ന വേറൊരു സന്ദേശമുണ്ട്. ദ എലിഫന്റ് ഹാസ് സ്റ്റാർട്ടഡ് റണ്ണിങ് എന്നാണ് അതിന് പറയാവുന്നത്. അതെ, ഇന്ത്യ എന്ന ആന ഓടിത്തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പുറത്തു വന്ന വാർത്തകൾ മാത്രം മതി അടുത്ത 10 വർഷം ആരുടേതാണെന്ന് ഉറപ്പിക്കാനായിട്ട്. ഒന്ന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഓഹരി വിപണിയിൽ സംഭവിച്ചിട്ടുള്ള അമാന്ത്രിക നമ്പറിനെ കുറിച്ചാണ്. അതെ, സെൻസെക്സ് ഇപ്പോൾ 1,00,000 എന്ന നമ്പർ കടന്നിരിക്കുകയാണ്. രണ്ട്, ദക്ഷിണേന്ത്യയുടെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് രണ്ടാമത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി കൂടി പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമത്തേത്, ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ഗഗൻയാൻ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. നാലാമതായി, ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് ഇട്ടിരിക്കുന്നു എന്നതാണ്. ഇന്ന് നമ്മൾ വെറുതെ വാർത്തകൾ വായിക്കുകയല്ല, ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ ചാലകശക്തി എന്താണ്, അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയെ ഈ നിലയിലേക്ക് എത്തിച്ചത്, ഇത് ഓരോ സാധാരണക്കാരന്റെയും പോക്കറ്റിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 140 കോടി ജനങ്ങളുടെ അഭിമാനം വാനോളം ഉയർത്തുന്ന ഈ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം നമ്മൾ സംസാരിക്കുന്നത് പണത്തെ കുറിച്ചാണ്. സെൻസെക്സ് അങ്ങനെ 1,00,000 കടന്നിരിക്കുകയാണ്. ഇത് വെറും ഒരു തലക്കെട്ടല്ല. 1979 വെറും 100 പോയിന്റിൽ തുടങ്ങിയ യാത്രയാണ് ഇന്ന് 1,00,000 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിദേശ നിക്ഷേപകർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് കോടികൾ ഒഴുക്കുന്നത്? ഇവിടെയാണ് നമ്മൾ മോദി ഫാക്ടർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന ഘടകം വിശകലനം ചെയ്യേണ്ടത്. ഒരു രാജ്യത്ത് ഭരണം സുസ്ഥിരമാണെങ്കിൽ മാത്രമാണ് നിക്ഷേപകർക്ക് ധൈര്യമായിട്ട് പണം മുടക്കാൻ സാധിക്കുകയുള്ളൂ. നരേന്ദ്രമോദി സർക്കാരിന്റെ തുടർച്ചയായിട്ടുള്ള ഭരണം വിദേശ കമ്പനികൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. മുൻപൊക്കെ ഇന്ത്യയിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ റെഡ് ടേപ്പിസത്തിന്റെ നൂലാമാലകളായിരുന്നു. എന്നാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോളിസികളും GST പോലുള്ള ഏകീകൃത നികുതി പരിഷ്കാരങ്ങളുമൊക്കെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഈസിയാക്കുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ റീഫോം, പെർഫോം, ട്രാൻസ്ഫോം എന്നീ മന്ത്രം വെറും വാക്കല്ല എന്ന് ബാങ്കിങ് സെക്ടർ തന്നെ തെളിയിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ തകർന്നു പോകുമെന്ന് കരുതിയ പൊതുമേഖലാ ബാങ്കുകൾ ഇന്ന് റെക്കോർഡ് ലാഭത്തിലാണുള്ളത്. കിട്ടാക്കടങ്ങൾ കർശനമായി തിരിച്ചു പിടിച്ചതും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നതുമൊക്കെയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം. ഇതുകൂടാതെ ചൈന +1 സ്ട്രാറ്റജി കൂടി നമ്മുടേതായിട്ട് വന്നതോടുകൂടി ആപ്പിൾ മുതൽ ടെസ്ല വരെയുള്ള നിർമ്മാണ കമ്പനികൾക്ക് നമ്മുടെ രാജ്യം തെരഞ്ഞെടുക്കാനായിട്ട് ഒരു പ്രധാന കാരണമായി മാറി. ഇത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെയും സിപ്പുകളുടെയും അതായത് SIPകളുടെയും ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മധ്യവർഗ കുടുംബങ്ങളുടെ സമ്പത്ത് ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. 2027 കൂടി $5 ട്രില്യൺ എക്കോണമി എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിക്കുകയാണെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരാം. ഇവിടെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് ശേഷം രാജ്യം ഉറ്റുനോക്കിയിരുന്നത് അടുത്തത് എവിടെയായിരിക്കും എന്നുള്ള ചോദ്യമായിരുന്നു. അതിനുള്ള ഉത്തരമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ദക്ഷിണേന്ത്യയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ചെന്നൈ, ബാംഗ്ലൂർ, മൈസൂർ ബുള്ളറ്റ് ട്രെയിനാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ടെക്നോളജി ഹബ്ബായിട്ടുള്ള ബാംഗ്ലൂരിനെയും മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ടുള്ള ചെന്നൈയെയും ബന്ധിപ്പിക്കുന്ന ഈ പാത ദക്ഷിണേന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും. 435 കിലോമീറ്ററോളം ദൂരം വെറും 1.5 മണിക്കൂറിലേക്ക് ചുരുങ്ങുകയാണ്. എന്നാൽ ഇവിടെ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. പണ്ടില്ലാത്ത വേഗത എങ്ങനെയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള ഒറ്റ ഉത്തരമേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്തിട്ടുള്ള PM ഗതി ശക്തി എന്നുള്ളത് അതൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. പണ്ടൊക്കെ റോഡ് പണി കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പൈപ്പിടാൻ വേറെ ഡിപ്പാർട്ട്മെന്റുകാർ വന്ന് റോഡൊക്കെ വെട്ടിപ്പൊളിക്കാറുണ്ടായിരുന്നു. ഈ ഏകോപനമില്ലായ്മയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. എന്നാൽ ഗതിശക്തിയിലൂടെ 16 മന്ത്രാലയങ്ങളെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതോടൊപ്പം പദ്ധതികൾ നേരിട്ട് വിലയിരുത്താൻ പ്രധാനമന്ത്രി നടത്തുന്ന പ്രഗതി മീറ്റിംഗുകൾ ഉദ്യോഗസ്ഥരുടെ അലസത മാറ്റുമെന്നത് ഉറപ്പാക്കി മാറ്റി.
2014 ദിവസം 12 കിലോമീറ്റർ ഹൈവേ നിർമ്മിച്ചിരുന്നിടത്ത് നിന്ന് 2026 നമ്മൾ ദിവസം 45 കിലോമീറ്ററിലധികം ഹൈവേ ആണ് നിർമ്മിക്കുന്നത്. ഈ മാറ്റം കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അടുത്തതായിട്ട് അധികം ആരും ചർച്ച ചെയ്യാത്ത എന്നാൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. അതാണ് ആത്മനിർഭർ ഭാരത് എന്നത്. അതെ, പ്രതിരോധ മേഖലയിൽ കൊണ്ടുവന്ന ഒരു വലിയ വിപ്ലവം. ഒരു 5 വർഷം മുൻപ് വരെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമായിരുന്നു നമ്മുടേത്. എന്നാൽ 2026 കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യ ഇന്ന് 85-ലധികം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തു തുടങ്ങി. ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്കും ബ്രഹ്മോസ് മിസൈലുകൾക്കും ലോക വിപണിയിൽ വൻ ഡിമാൻഡാണ്. ഈ വർഷം നമ്മുടെ പ്രതിരോധ കയറ്റുമതി 35,000 കോടി രൂപ എന്ന നമ്പറിനപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. ഉക്രൈൻ യുദ്ധ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ടായിട്ട് പോലും റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള പ്രധാനമന്ത്രിയുടെ ധീരമായ തീരുമാനം നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. അത് ഇന്ത്യയുടെ പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ അമേരിക്കയിൽ നിന്ന് ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യപ്പെട്ടതും വലിയ നയതന്ത്ര വിജയം തന്നെയായിരുന്നു. അതിർത്തിയിൽ ആരെയും ആശ്രയിക്കാതെ നിൽക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് അതിലൂടെ ലഭിച്ചു. പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ ഇന്ന് നമുക്ക് അന്യന്റെ സഹായം ഒരു തരത്തിലും ആവശ്യമില്ല. ഇനി അവസാനമായി നമ്മൾ ആകാശത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ISROയുടെ ഗഗൻയാൻ ദൗത്യത്തെ കുറിച്ച് പറയേണ്ടി വരും. അതെ, 1984 രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയത് റഷ്യൻ റോക്കറ്റിലായിരുന്നു. എന്നാൽ 2026 നമ്മൾ ചരിത്രം തിരുത്താൻ പോവുകയാണ്. നമ്മുടെ സ്വന്തം റോക്കറ്റിൽ നമ്മുടെ മണ്ണിൽ നിന്ന്, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നമ്മുടെ ആളുകൾ നമ്മുടേതായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് അയക്കാൻ പോവുകയാണ്. ഗഗൻയാന്റെ അവസാനത്തെ ആളില്ലാ പരീക്ഷണം അത് കൃത്യമായ രീതിയിൽ തന്നെ വിജയിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു വാർത്ത. മനുഷ്യനെ സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ സാഹിത്യമാക്കി കഴിഞ്ഞു എന്നതാണ് വലിയ കാര്യം. ഈ വിജയത്തോടു കൂടി ഇന്ത്യ ബഹിരാകാശ രംഗത്തെ ഒരു വൻ ശക്തിയായി മാറും. 2035 സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വെറും സ്വപ്നമല്ല, കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള യാത്രയാണെന്ന് ISRO ഇപ്പൊ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി നമ്മൾ 1,00,000 പോയിന്റിന്റെ ഉയരത്തിലേക്കും ഭൗതികമായിട്ട് ബുള്ളറ്റ് ട്രെയിനിന്റെ വേഗതയിലും ശാസ്ത്രീയമായിട്ട് ബഹിരാകാശത്തോളവും ഇന്ത്യ വളരുകയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ലോകം മോദിയെ കാണുന്നത് ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായിട്ടാണെന്ന് ഇപ്പൊ പറയാതെ വയ്യ. G20 ഉച്ചകോടിയിലൂടെ ഇന്ത്യക്ക് ലോകവേദിയിൽ തന്നെ ലഭിച്ചിട്ടുള്ള ഒരു സ്വീകാര്യത അത് ഇതിന്റെ തെളിവ് തന്നെയാണ്. പ്രശ്നങ്ങൾ ഇല്ലാതെയല്ല, തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒക്കെ വെല്ലുവിളികൾ തന്നെയാണ്. പക്ഷെ ആ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഇച്ഛാശക്തിയും സ്ഥിരതയും നേതൃത്വവും ഇന്ന് ഈ രാജ്യത്തിനുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ മാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ കൃത്യമായ അനാലിസിസുകൾക്കും വാർത്തകൾക്കും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.